ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആവരുത്, തിന്മയ്ക്ക് ശത്രുക്കൾ ആയിരിപ്പീൻ, ബുദ്ധിയിലോ മുതിർന്നവർ ആകുവിൻ. 1 കൊരിന്ത്യർ 14:20 നന്മ തിന്മകളെ വ്യക്തമായി മനസ്സിലാക്കി മുതിർന്നവർ എന്ന നിലവാരത്തിൽ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ വചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. അതേ പ്രിയരെ, തിന്മയ്ക്ക് ശത്രുക്കളായി നാം ജീവിക്കണം എങ്കിൽ അതിനായി ബോധപൂർവം തന്നെ നാം ശ്രമിക്കേണ്ടതുണ്ട്. ബുദ്ധിയിൽ മുതിർന്നവരാകുക എന്നാൽ കണ്ണുകൊണ്ട് കാണുന്നവയ്ക്ക് അനുസരിച്ച് ജീവിക്കുകയും കാതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകുകയും ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന പൊതുവായ ഒരു രീതി മാത്രമാണ്. എന്നാൽ ബുദ്ധിക്കതീതമായ ഒരു ജീവിത നിലവാരം, അത് ആത്മീയമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഉയർന്ന ഒരു തലം ആകുന്നു. ചിന്തിക്കുവാൻ ഒട്ടും സമയമില്ലാത്ത ഒരു ജീവിതക്രമത്തിലാണ് നാം ഇന്ന് ജീവിച്ചു പോരുന്നത്. ദൈവവചനം കേൾക്കുവാൻ നമുക്ക് സമയം ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മോട് അനുദിനം സംസാരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനം മാത്രമാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ് പുതുക്കുവാൻ സഹായിക്കുന്നത്. ചിന്തിക്കുവാൻ അല്പം പോലും സമയം ലഭിക്കാത്ത വിധത്തിൽ TV കണ്ടുകൊണ്ടേയിരിക്കുക, ഇമ്പമുള്ള വാർത്തകൾ, രസകരമായ സിനിമ, ഇവയിൽ തന്നെ മുഴുകിയിരിക്കുക, ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും എല്ലാം പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നവരാകുമ്പോൾ മനുഷ്യർ എന്ന നിലയിൽ നാം നമ്മുടെ ചിന്തിക്കുവാനുള്ള കഴിവ് ഉപയോഗിക്കുന്നേയില്ല എന്നുള്ളതാണ് സത്യം. ചിത്രങ്ങളിലും ഗാനങ്ങളിലും ഒപ്പം ചേർന്ന് നമ്മുടെ മനസ്സും സഞ്ചരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന സന്തോഷം, നമുക്ക് ലഭിക്കുന്ന ആനന്ദം, ഇവയെല്ലാം കേവലം ദേഹിയിൽ മാത്രം അനുഭവിക്കുന്നതാകയാൽ നാം ആത്മാവിൽ ഉള്ള സന്തോഷം എന്ന അത്യുന്നതമായ ഒരു അവസ്ഥയെ അറിയാൻ പോലും ആകാത്ത വിധം വളരെ താഴ്ന്ന ഒരു നിലവാരത്തിൽ ജീവിക്കാൻ ഇടവരികയാണ് ചെയ്യുന്നത്. മുതിർന്നവരെ പോലെയുള്ള ഒരു ജീവിതം, ആത്മീയ പക്വതയുള്ള ഒരു ജീവിതം, ആത്മമനുഷ്യരായ നാം ആത്മാവിൽ ശക്തിയുള്ളവരായി, മനസ്സ് ഉറച്ച ഇച്ഛാശക്തിയുള്ളവരായി, നമ്മുടെ പ്രവൃത്തികളിൽ തികവുള്ളവരായി, തിന്മയ്ക്ക് ശത്രുക്കളായി, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ മുതിർന്നവരായി, പ്രയോജനമുള്ളവരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.